ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു നെക്ക് ഡിസൈനാണ് കേട്ടോ. നമ്മൾ ഹാൻഡ് വർക്ക് സൂചി നൂല് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് നമുക്ക് ആദ്യം ഒരു ബട്ടർ പേപ്പർ വേണം, അതുപോലെ പെൻസിൽ, ഒരു പെന്നും എടുത്തിട്ടുണ്ട്, പിന്നെ നമ്മുടെ ട്രേസിങ് പേപ്പർ. അപ്പോൾ ഇത്ര പോലെ സാധനങ്ങളാണ് കേട്ടോ നമുക്ക് ഡിസൈൻ വരക്കാൻ ആവശ്യമായിട്ടുള്ളത്. നമുക്ക് ആദ്യം നമ്മുടെ ഈ ഒരു ബട്ടർ പേപ്പർ നമ്മുടെ നെക്കിൻ്റെ അകലവും ഇതുപോലെ ലെങ്ത്തും മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ ചെയ്തതിന് ശേഷം കഴുത്തിൻ്റെ അടുക്കുന്ന നമുക്കൊരു 1/4 ഇഞ്ച് വിട്ടിട്ടൊന്ന് മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ. 1/4 ഇഞ്ച് മൊത്തത്തിൽ ഇതുപോലെ ഒരു സൈഡിൽ നിന്ന് 1/4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് റൗണ്ട് വരച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് താഴത്തേക്ക് ചെറിയൊരു ഷേപ്പ് കൊടുക്കണം കേട്ടോ. ആദ്യം ജസ്റ്റ് ഇതിങ്ങനെ പെൻസിലുകൊണ്ട് ചെറിയൊരു ഷേപ്പ് ഇതുപോലെ ഇങ്ങനെ വരക്കാം. നമുക്ക് ഏകദേശം ഇതാ ഇവിടുന്ന് ഞാനൊരു 2.75 ഈ ഒരു പോയിന്റിലേക്ക് കൊടുത്താൽ മതി കേട്ടോ. ഇതുപോലെ ഇങ്ങനെ ചെറുതായിട്ട് ഒരു ഷേപ്പ് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ വരക്കാം. അതുപോലെ ഓപ്പോസിറ്റ് വശത്തു നിന്നും ഇതുപോലെ ഇങ്ങനെ വരച്ചതിന് ശേഷം നമുക്കത് പെന്ന് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്യാം കേട്ടോ. ആദ്യം ഇപ്പോൾ പെൻസിലുകൊണ്ട് ജസ്റ്റ് ഒന്ന് വരച്ചിട്ട് ഷേപ്പ് ഓക്കെ ആണെന്ന് നോക്കിയിട്ട് പെന്നുകൊണ്ട് വരക്കാം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് പെൻസിലുകൊണ്ട് വരക്കുന്ന സമയത്ത് അത് മായ്ച്ച് വരക്കാമല്ലോ. അതുപോലെ ഈ ഒരു സൈഡ് ഇതുപോലെ കൊടുത്തും അതുപോലെ തന്നെ നമ്മൾ ഈ ഓപ്പോസിറ്റ് വശത്തും ഇതുപോലെ വരച്ചെടുക്കാം കേട്ടോ. വരച്ചു. ഇനി അതിന് ശേഷം അതിന് താഴത്ത് നമുക്ക് ചെറിയൊരു ഫ്ലവർ ഡിസൈൻ വരുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ഒരു റൗണ്ട് ബീഡും അതുപോലെ തന്നെ ഇവിടെ കുറച്ച് ഇതുപോലെ ഇങ്ങനെയാണ് വരുന്നത്. അങ്ങനെ വന്നതിന് ശേഷം നമുക്ക് ഇവിടുന്ന് ഡിസൈൻ ഇങ്ങോട്ടേക്ക് കൊടുക്കണം കേട്ടോ. നമുക്കിത് ഈ ഷേപ്പ് ജസ്റ്റ് ഈ ഒരു കുറച്ച് വിട്ടിട്ട് കൊടുക്കാം കേട്ടോ. ഇതുപോലെ വരച്ചിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു കട്ട് ബീഡ്സ് വരാൻ കേട്ടോ, കുറച്ച് ലെങ്ത്തുള്ള കട്ട് ബീഡ്സ് അതിങ്ങനെ വരണം. ആ ഫ്ലവേഴ്സ് എവിടെയൊക്കെ വേണം ഈ 2 സൈഡ് കൊടുക്കും. അതിനുശേഷം നമുക്കിത് ഈ ഒരു സൈഡിലായിട്ട് വേണം. അത് നമ്മൾ ഈ ഒരു ഇവിടെ ഇങ്ങനെ കട്ട് ബീഡ്സ് വരുന്നുണ്ട്. അപ്പോൾ അത് കൊടുത്തതിന് ശേഷം വേണം അത് വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. നമുക്ക് കുറച്ച് താഴത്തേക്കായിട്ട് നമ്മുടെ ഷോൾഡറിൻ്റെ എടുക്കുന്ന ഒരു ഷോൾഡറിൻ്റെ അടുത്ത് തന്നെ ഒന്ന് വേണം കേട്ടോ. അത് ഇവിടെ ആയിട്ട് ഈ ഒരു എൻഡിലായിട്ട് ഒന്ന് വേണം. അപ്പോൾ അത് ജസ്റ്റ് ഇങ്ങനെ വരച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുക. അതുപോലെ അതിപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ വരച്ചു എന്നേ ഉള്ളൂ. അതെന്താ വെച്ചാൽ നമുക്ക് പിന്നീട് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ചെയ്യുക. അത് അവിടെ ഫ്ലവർ വേണമെന്നില്ല ആ ഒരു രീതിക്ക് ഇങ്ങനെ കൊടുത്തു എന്നില്ല. ചെറിയ ഡോട്ടോ അല്ലെങ്കിൽ അവിടെ സ്പേസ് വിടുക അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ മതി കേട്ടോ. ഇവിടെ കൊടുത്തതിന് ശേഷം ഇതിൻ്റെ കുറച്ച് താഴത്ത് ഇവിടെ ആയിട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് ഏകദേശം ഇവിടുന്ന് ഒരു 1.25 ഇഞ്ച് ഇറക്കിയിട്ട് കൊടുക്കാം കേട്ടോ. അത് ഇവിടെ ഇതുപോലെ ഇങ്ങനെ വെക്കുക. ജസ്റ്റ് ഇവിടെ ഇത്രയേ ഉള്ളൂ. പിന്നെ ഇവിടെയൊന്നും വരുന്നില്ല. അതുപോലെ ഓപ്പോസിറ്റ് വശത്തും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു ലീഫിൻ്റെ ഈ ഒരു ഡിസൈൻ കൊടുക്കാം കേട്ടോ. അതിപ്പോൾ ഇങ്ങനെയാണ് ഷേപ്പ് വരുന്നത്. അതുപോലെ ഇങ്ങോട്ട് അത് നമുക്കിപ്പോൾ ജസ്റ്റ് ഇങ്ങനെ വരച്ചു കൊടുക്കുന്നത്. ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന ആ ഒരു ടൈമിലാണ് കേട്ടോ കറക്റ്റ് ആവുന്നതും. ഇത് ഇവിടെ കൊടുക്കണം. അപ്പോൾ നമ്മൾ ഫുൾ ഇതുപോലെ ഡിസൈൻ വരച്ചെടുത്തിട്ട് അതിന് ശേഷം നമ്മൾ മെറ്റീരിയലിലേക്ക് അത് കാർബൺ പേപ്പർ ഉപയോഗിച്ചിട്ട് ട്രേസ് ചെയ്തെടുത്തും. ഞാൻ ഇതുപോലത്തെ സ്റ്റാൻഡാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ആരി വർക്ക് ചെയ്യാനും അതുപോലെ സൂചി നൂലോണ്ട് ചെയ്യാനും മതി. പിന്നെ അതുപോലെ ഫാബ്രിക് പെയിൻറ് ഇതൊക്കെ ചെയ്യാൻ നമുക്ക് ഈ ഒരു സ്റ്റാൻഡ് യൂസ്ഫുൾ ആണ് കേട്ടോ. അത്യാവശ്യം നല്ല വലിയ ഫ്രെയിം തന്നെയാണ് ഇതിലുള്ളത്. അപ്പോൾ ആ ഫ്രെയിമിലേക്ക് ഇതുപോലെ മെറ്റീരിയലും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് സ്റ്റാൻഡിലേക്ക് വെച്ച് കൊടുക്കും. ഈ ഒരു സ്റ്റാൻഡിലുള്ള സമയത്ത് നമുക്ക് ചെയ്തെടുക്കാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും കേട്ടോ. അല്ലാതെ കയ്യിൽ വെച്ച് ചെയ്തതിനേക്കാളും കുറച്ചും കൂടി എളുപ്പമായിരിക്കും ഇതുപോലത്തെ സ്റ്റാൻഡിൽ വെക്കാൻ വേണ്ടിയിട്ട്. ഞാൻ പ്രൊഡക്റ്റ് ടാഗ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഞാൻ വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് ആദ്യം ഞാൻ വലിയ സൈസ് കട്ട് ബീഡ്സാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ആ ഒരു കട്ട് ബീഡ്സ് ചെരിഞ്ഞ് വരുന്ന രീതിക്കാണ് കേട്ടോ നമ്മൾ കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആദ്യം ആ ഒരു അറ്റം മുതലാണ് തുടങ്ങുന്നത്. നമ്മൾ നെക്ക് ഡിസൈൻ നമ്മൾ ആ പേപ്പറിൽ വരക്കുന്ന സമയത്ത് കറക്റ്റ് നെക്കിൻ്റെ ലെങ്ത്തും കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഷോൾഡറിൻ്റെ അടുക്കുന്ന ഒരു 3/4 ഇഞ്ച് താഴ്ത്തിയിട്ട് വേണം ഈ നെക്ക് ഡിസൈൻ വരച്ചെടുക്കാണ്ടൊക്കെ. അത് പറയാൻ വിട്ടുപോയി. നെക്ക് ഡിസൈൻ വരക്കുമ്പോൾ ഒരു 3/4 ഇഞ്ച് താഴ്ത്തിയിട്ട് വേണം വരക്കാൻ വേണ്ടി. കാരണം നമുക്ക് തയ്യൽ തുമ്പ് ഷോൾഡർ ജോയിൻ ചെയ്യാൻ കുറച്ച് തയ്യൽ തുമ്പ് വേണമല്ലോ. അപ്പോൾ അതിനാണ് 3/4 ഇഞ്ചും വിട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇതുപോലെ ആ ഒരു അറ്റത്ത് ഇതുപോലെ നൂലെടുക്കുക, ഈ കട്ട് ബീഡ്സ് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ചെരിച്ച് സ്ട്രെയിറ്റ് വരാൻ പാടില്ല. അതുപോലെ കുറച്ചൊരു ഇങ്ങനെ ചെരിച്ച് വെച്ചിട്ട് വേണം നമ്മൾ ഇത് ചെയ്തെടുക്കാൻ പറ്റും. അത് മൊത്തം നമുക്ക് ചെയ്തെടുക്കാം. ആ ചെരിച്ച് കൊടുക്കുന്നതിന് വ്യത്യാസമുണ്ട്. നമ്മൾ ഈ ഒരു സൈഡ് വരുമ്പോൾ ഈ ഒരു വശത്തേക്ക് ചെരിച്ച് കൊടുക്കാം. എന്നിട്ട് ആ സെൻറ്ററിൽ നമ്മൾ ഒരു ഡിസൈൻ വരച്ചില്ലേ ആ ഒരു സൈഡ് വരുന്ന സമയത്ത് കണ്ടില്ല. ഇതിപ്പോൾ ഈ ഒരു സൈഡ് മൊത്തം ഇങ്ങനെ ചെയ്തെടുത്തു. നമുക്ക് സെൻറ്ററത്തെ ഡിസൈൻ വരുന്ന സമയത്ത് നമുക്ക് ഉള്ളിലേക്ക് കൊടുക്കുന്ന രീതിക്ക് വേണം നമ്മൾ ചെരിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ.
അപ്പോൾ ഇതുപോലെ ഫുള്ളായിട്ട് ചെയ്തെടുക്കുക. അതുപോലെ ഓപ്പോസിറ്റ് സൈഡും ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് മുത്ത് വെക്കുന്നത് നോക്കാം. ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഇവിടെ 2-3 വട്ടം വരച്ചതേ ഉള്ളൂ. കാരണം അത് വെക്കുമ്പോൾ കറക്റ്റ് റൗണ്ടിൽ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ജസ്റ്റ് എന്തെങ്കിലും ഒരു ഡോട്ടോ കാര്യങ്ങൾ ഇട്ടിട്ട് നമുക്ക് അവിടെ ആ ഒരു ബീഡ്സാണ് വരേണ്ടത് മനസ്സിലാവുന്ന രീതിക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ആദ്യം ഒരു ബീഡ്സ് ഇട്ട് കൊടുത്ത് നമുക്ക് 2 വട്ടം ലോക്ക് കൊടുക്കുക, 2 വട്ടം ലോക്ക് കൊടുക്കുക. ഉള്ളിലെ ഒരിക്കൽ തുന്ന പിന്നെ ആദ്യം ആ ബീഡ്സിൻ്റെ ഉള്ളിൽ കൂടി സൂചി ഇട്ടിട്ട് ഒന്നും കൂടി കൊടുത്താൽ കുറച്ചും കൂടി ടൈറ്റ് ആയിട്ട് കിടക്കും കേട്ടോ. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഞാൻ ഏകദേശം 11 ഷുഗർ ബീഡാണ് ഇട്ട് കൊടുക്കുന്നത്. റൗണ്ടിൽ വരുന്ന രീതിക്ക് 11 ഷുഗർ ബീഡാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ആദ്യം ഇട്ട ബീഡ്സിൻ്റെ ഉള്ളിലേ കൂടി വേണം നമ്മൾ സൂചി. അപ്പോൾ അത് നമുക്ക് കറക്റ്റ് റൗണ്ട് വരുന്ന നോക്കാം. എന്നിട്ട് വരുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം കോർത്ത് കൊടുത്ത ആ ഒരു ഷുഗർ ബീഡില്ലേ, ആ ഷുഗർ ബീഡിൻ്റെ ഉള്ളിലേ കൂടി കൊടുത്തിട്ട് വേണം നമ്മൾ ഇതുപോലെ ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് താഴത്തേക്ക് സൂചി ഇട്ട് കൊടുക്കുക. പിന്നെ ലോക്ക് ഇട്ട് കൊടുക്കുക. ലോക്ക് വെച്ചാൽ ഇപ്പോൾ കുറേ 11 വരുന്നില്ല, നമുക്ക് അതിലൊരു 4-5 എണ്ണത്തിൻ്റെ ഉള്ളിലേ കൂടി, അതായത് ഈ പുറത്തുനിന്ന് സൂചി എടുക്കുക, ഇതുപോലെ ഉള്ളിലേക്ക് ഇട്ടിട്ട് ടൈറ്റ് ആക്കുക. അതുപോലെ കുറച്ച് ഇപ്പുറത്തേക്ക് വിട്ടിട്ടും അതുപോലെ ടൈറ്റ് ചെയ്തെടുക്കുക. ഞാൻ ഈ ഒരു സൈഡ് അതുപോലെ അപ്പുറത്തെ സൈഡും അങ്ങനെ 2 എണ്ണമാണ് കേട്ടോ ഒരു ഇതിന് ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളതും. അങ്ങനെ വരുന്ന സമയത്ത് നമുക്കത് അധികം അനങ്ങാണ്ട് നിന്നോളൂ കേട്ടോ. ഇതുപോലെ ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിന് ചുറ്റുമായിട്ട് നമുക്ക് ഇതേപോലെ ബീഡ്സ് വെച്ച് കൊടുക്കട്ടെ. ഞാൻ ഏകദേശം 6 ബീഡ്സാണ് കേട്ടോ ചുറ്റും വെച്ചിട്ടുള്ളത്. മുകളിൽ 2 എണ്ണം അതുപോലെ സൈഡിൽ 2 എണ്ണം, അങ്ങനെ 6 ബീഡ്സ് വെച്ചിട്ടാണ് ഒരു ഫ്ലവർ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ എന്നിട്ട് വരുന്നത് ഞാൻ ഫുള്ള് കാണിക്കാത്ത വെച്ചാൽ ഒരുപാട് ലെങ്ത്ത് വരുന്നുണ്ട്, നമുക്ക് ഏകദേശം മനസ്സിലാവുള്ളൂ ചെയ്യുമ്പം. അതിനുശേഷം ഞാൻ അത് ആദ്യം വലിയ കട്ട് ബീഡ്സ് ഇട്ടിട്ട് നമ്മുടെ ആ ഡിസൈൻ വന്നിട്ട് താഴത്തെ ഒരു ലൈൻ കണ്ടും അവിടെ കൊടുക്കണം. അവിടെ നമ്മൾ ബാക്ക് സ്റ്റിച്ച് കൊടുക്കുന്ന രീതിക്കാണ് കേട്ടോ കട്ട് ബീഡ് കൊടുക്കുന്നത്. ആദ്യം നമുക്കൊന്ന് ഫ്രണ്ടിലേക്ക് ഇട്ട് കൊടുക്കാം. ഫ്രണ്ടിലേക്ക് ഒരു ബീഡ്സ് ഇട്ടതിന് ശേഷം കുറച്ച് അപ്പുറത്ത് ഇങ്ങനെ കുത്തിയിട്ട് സൂചി എടുത്തിട്ട് പിന്നെ ഇങ്ങനെ ബാക്ക് വരുന്ന രീതിക്കാണ് നമ്മൾ ഇത് കട്ട് ബീഡ്സ് അങ്ങനെ മൊത്തത്തിൽ ചെയ്തെടുക്കുക. അങ്ങ് അവിടെ വരുന്ന സമയത്ത് നമ്മൾ ഒരു ലീഫ് കണക്കത്തെ ആ ഡിസൈനിലൊരു ലീഫ് കണക്ക് കൊടുത്തിട്ടുണ്ട്. ആ സൈഡ് എത്തുന്ന സമയത്ത് നമുക്ക് ഷുഗർ ബീഡ്സ് വെച്ചിട്ട് അതൊന്ന് ഫിൽ ചെയ്തെടുക്കാം. മുകളിലായിട്ട് ഇതുപോലെ സൂചി ഇങ്ങനെ കുത്തിയെടുക്കുക. അതിന് ശേഷം ഞാനൊരു 5 കട്ട് ബീഡ്സ് ഇട്ട് ആദ്യം ഇതുപോലെ സ്ട്രൈറ്റ് ആയിട്ടൊന്ന് കൊടുക്കാം കേട്ടോ. പിന്നെ അതിന് ശേഷം അതിൻ്റെ സൈഡിലായിട്ട് നമുക്ക് ഇതുപോലെ വീഡിയോയിൽ കാണുന്ന കണക്ക് ചെയ്ത് കൊടുത്താൽ കേട്ടോ. പിന്നെ ലാസ്റ്റ് ഗ്യാപ്പ് വരുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ആ വലിയ കട്ട് ബീഡ്സും കൂടി ഇട്ടിട്ട് അത് ഫില്ലാക്കാം. പിന്നെ മുകളിലേക്ക് അതുപോലെ കട്ട് ബീഡ്സ് ഇട്ട് ഫുള്ളായിട്ട് പോവാട്ടോ. ഇത് നമ്മൾ താഴത്തേക്കുള്ള ഡിസൈൻ ഫുള്ള് ചെയ്യുക. എന്നിട്ട് ഞാൻ ഇതുപോലെ നേരത്തെ ചെയ്യുന്നതാണ് കരുതുന്നത്. പക്ഷേ ആ സെൻറ്ററിലേക്കുള്ള ലൈനില്ലേ അത് 6 എണ്ണം കൊടുക്കുന്നത്. ഞാൻ ആദ്യം 5 എണ്ണം കൊടുത്തതാണ്, പിന്നെ അത് മാറ്റിയിട്ട് 6 എണ്ണം കൊടുക്കുന്നുണ്ട്. 6 എണ്ണം കൊടുക്കുമ്പോഴേ കുറച്ചൊരു ഭംഗിയിലും. ഇതുപോലെ ആദ്യം 6 എണ്ണം ഇട്ട് കൊടുക്കാം. പിന്നെ സൈഡിൽ നിന്ന് അതേ കണക്കെ തന്നെ ചെയ്യാട്ടോ. ഫുള്ളായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ 2 സൈഡും അതുപോലെ ഓപ്പോസിറ്റ് വശത്തേക്കുള്ളതും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഹാൻഡ് വർക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഇതുപോലെ ഫുള്ളായിട്ട് അതുപോലെ ഒരു വൈറ്റ് ബീഡിൽ അത് കുറച്ച് ഇങ്ങനെ സ്പ്രെഡ് ആക്കിയിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്. നമുക്കിത് ആരി വർക്കിൽ ചെയ്താൽ കുറച്ചും കൂടി വേഗത്തിലാവും കേട്ടോ. പക്ഷേ ആരി വർക്കിനേക്കാളും എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം സൂചി നൂലും ചെയ്യുന്നതാണ് കേട്ടോ. എനിക്ക് എന്താണെന്നറിയില്ല, എനിക്കതാണ് കുറച്ചും കൂടി ചെയ്യാൻ എളുപ്പം. ആരി വർക്കിലാകുമ്പോൾ കുറച്ചും കൂടി വേഗമാവും, ഇതേ ഫിനിഷിങ് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്തൊക്കെ ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ റിപ്ലൈ തരാം കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.